നമസ്കാരം. അസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ബിജെപിയുടെ സീൽ. അടിപതറി ട്രംപ്. ഇറാനെതിരായ ആക്രമണം 5 ദിവസത്തേക്ക് നിർത്തിവെച്ചു. ജമാഅത്ത് ഇസ്ലാമിക്ക് സ്ഥാനാർത്ഥികളില്ല, വോട്ടുകൾ UDF-ന്. കണ്ണൂർ ജില്ലയിൽ ആകെ 117 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചൊവ്വാഴ്ച സൂക്ഷ്മ പരിശോധന. വോട്ടവകാശം നിഷേധിക്കരുത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുപാലിക്കണമെന്ന് CPIM. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ബിജെപിയുടെ ബി ടീമായി. കോലിബി സഖ്യം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളിയുടെ അയോഗ്യതയ്ക്ക് സ്റ്റേ. വാക്കുപാലിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ലക്ഷക്കണക്കിന് വോട്ടവകാശം നഷ്ടമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ BJPയുടെ സീൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിൽ സീൽ BJPയുടേത്. മാർച്ച് 22-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇമെയിൽ സന്ദേശം പാർട്ടികൾക്ക് ലഭിച്ചത്. 2019 തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിന് പകരമാണ് BJP കേരള ഘടകത്തിന്റെ സീലുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്ത് CPIM കേരളയുടെ ഔദ്യോഗിക X പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയെന്ന് ആരോപണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് പുതിയ കത്ത്. തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത അവരെ ചോദ്യം ചെയ്യുന്ന നടപടിക്കെതിരെ ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തി. വോട്ടിംഗ് മെഷീനിൽ ഏത് ബട്ടൺ ഞെക്കിയാലും താമര തെളിയുന്ന എന്ന വാർത്ത പലവട്ടം കേട്ടിട്ടുണ്ട്. എന്നാൽ BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരേ സീൽ ആണ് ഉപയോഗിക്കുന്നത് എന്ന വാർത്ത ഇതാദ്യമാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തിൽ BJPയുടെ സീൽ വന്നത് ക്ലറിക്കൽ പിഴവാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവകാശവാദം. പിശക് തിരിച്ചറിഞ്ഞു നേരത്തെ തന്നെ തിരുത്തൽ നടത്തിയതാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയകളിൽ പഴുതടച്ചുള്ള പ്രവർത്തനങ്ങളാണ് കമ്മീഷൻ നടത്തിവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അടിപതറി ട്രംപ്. ഇറാനെതിരായ ആക്രമണം 5 ദിവസത്തേക്ക് നിർത്തിവെച്ചു. ഇറാനുമായുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്നും ഊർജ നിലയങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള സൈനിക നീക്കങ്ങൾ 5 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ഉത്തരവിട്ടതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫെബ്രുവരി 22-ന് ആരംഭിച്ച യുദ്ധം ആഗോളതലത്തിൽ കനത്ത ഇന്ധന പ്രതിസന്ധിക്ക് കാരണമായ പശ്ചാത്തലത്തിലാണ് ട്രംപിൻ്റെ പുതിയ നീക്കം. അതേസമയം ഇറാൻ യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണിയാണെന്ന് അന്താരാഷ്ട്ര ഊർജ ഏജൻസി മേധാവി ഫാത്തി ബെറോൾ മുന്നറിയിപ്പ് നൽകി. 1970-കളിലെ എണ്ണ പ്രതിസന്ധിയേക്കാളും ഭീകരമായ ആഘാതമാണ് നിലവിലെ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ സൂചനകൾ ഇസ്രായേൽ നൽകി. ഇതിൻ്റെ ഭാഗമായി ലെബനനിലെ തന്ത്രപ്രധാനമായ ഒരു പാലം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. ഇറാനിലെ എണ്ണ കപ്പലുകൾ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണങ്ങളെ തുടർന്ന് ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുവരുന്നത് ട്രംപിനുമേൽ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആക്രമണം താൽക്കാലികമായി നീട്ടിവെക്കാൻ അമേരിക്ക തീരുമാനിച്ചത്. ജമാഅത്ത് ഇസ്ലാമിക്ക് സ്ഥാനാർത്ഥികളില്ല, വോട്ടുകൾ UDF-ന്. LDF-നെതിരെ മതരാഷ്ട്രവാദികളെ നിയമസഭാ തിരഞ്ഞെടുപ്പിനും ഒപ്പം കൂട്ടി UDF. തിരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും UDF-ന് പിന്തുണ നൽകാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയായ വെൽഫെയർ പാർട്ടി ഇത്തവണ ഒരു സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF നേതൃത്വം ധാരണയിലെത്തിയതിനെ തുടർന്നാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്താത്തത്. ചൊവ്വാഴ്ച ജില്ലാ അടിസ്ഥാനത്തിൽ യോഗം ചേർന്ന് ബുധനാഴ്ച തീരുമാനം പ്രഖ്യാപിച്ചേക്കും. 2021 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 18 നിയമസഭാ സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി മത്സരിച്ചിരുന്നു. മറ്റ് മണ്ഡലങ്ങളിൽ UDF-നായിരുന്നു പിന്തുണ. അതിനുശേഷം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും വെൽഫെയർ പാർട്ടി UDF-നെ ആണ് പിന്തുണച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-മായി സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു. മുസ്ലിം ലീഗ് കോൺഗ്രസ് സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് കൈമാറിയിരുന്നു. സംസ്ഥാനത്താകെ 100-ലധികം വാർഡുകളിലാണ് UDF മതരാഷ്ട്രവാദികളുമായി കൈകോർത്തത്. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ലെന്നും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. എന്നാൽ പിന്നാലെ സംസ്ഥാന
ഷൂറ കൗൺസിൽ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കൂന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ജമാഅത്തെ ഇസ്ലാമി തള്ളിപ്പറയില്ലെന്ന് പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തു. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും നേതാക്കളുമായി രഹസ്യ ചർച്ച നേരത്തെ നടത്തിയിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസമായ തിങ്കളാഴ്ച വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്ന ഉറപ്പ് പാലിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണമെന്ന് CPM. പരമാവധി ആളുകളെ വോട്ടവകാശം വിനിയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് വിരുദ്ധമായാണ് പെരുമാറുന്നത്. ഈ നീക്കത്തിൽ നിന്നും കമ്മീഷൻ പിന്മാറണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. മാർച്ച് 15 ശേഷമുള്ള അപേക്ഷകൾ പരിഗണിക്കില്ലെന്ന് വ്യക്തമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പ് വോട്ടവകാശം എന്ന ഭരണഘടനാപരമായ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ലക്ഷക്കണക്കിന് പേർക്ക് വോട്ടവകാശം നിഷേധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കാരണമാവും. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസം വരെ വോട്ട് കൂട്ടിച്ചേർക്കാവുന്ന അവസരം 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 23 പൗരന്മാർക്ക് നൽകുന്നു. ഈ തീയതി വരെ അവസരമുണ്ടാവുമെന്ന് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിരുന്നു. ഈ ഉറപ്പിന് വിപരീത പത്രക്കുറിപ്പാണ് ഇന്നലെ പുറത്തിറക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കാനുള്ള അവസാന തീയതി മുൻകൂട്ടി പൊതുജനങ്ങളെ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തമുണ്ട്. നിശ്ചയിച്ച അവസാന തീയതിക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ വിവരം അറിയിക്കുന്നത് നീതികേടാണ്. SIRന്റെ പേരിൽ ദശലക്ഷക്കണക്കിന് പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ആനുപാതികമായ കൂട്ടിച്ചേർക്കൽ ഉണ്ടായിട്ടുമില്ല. ഇതിനു പിന്നാലെയാണ് നിയമപരമായ സാധ്യത ഉണ്ടായിട്ടും ആയിരക്കണക്കിന് പേരെ ഒഴിവാക്കാനുള്ള ഈ നീക്കമെന്നും CPM പറഞ്ഞു. SNDP യോഗം ഡയറക്ടർ ബോർഡിൽ നിന്നും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളി നടേശനെയും അയോഗ്യനാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ നൽകിയ അപ്പീലാണ് നടപടി. യോഗ ഭരണസമിതി തുടർച്ചയായ വർഷങ്ങളിൽ വരവും ചെലവും കണക്ക് സമർപ്പിച്ചിട്ടില്ലെന്നും ഡയറക്ടർമാർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന DIN നമ്പറില്ലെന്നും അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു സിംഗിൾ ബെഞ്ച് അയോഗ്യത കൽപ്പിച്ചത്. പ്രൊഫസർ KM സാനു ഉൾപ്പെടെ നൽകിയ ഹർജിയിലാണ് മാർച്ച് 12 ഉത്തരവുണ്ടായത്. LDFനെതിരെ കുപ്രചരണം നടത്തുന്ന കോൺഗ്രസിന് കോലിബി സഖ്യ ചരിത്രം ഓർമ്മിപ്പിച്ച് മറുപടി നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ, രാഹുൽ ഗാന്ധിയും കോൺഗ്രസും BJPയുടെ B ടീമാണെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2016 നിയമത്തിൽ നിന്നും BJP നിയമസഭയിലെത്തിയത് കോൺഗ്രസ് ഡീലിന്റെ ഭാഗമായാണ്. കോലിബി സഖ്യം നാം മറന്നിട്ടില്ല. എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായി കൂട്ടുകൂടാൻ കോൺഗ്രസ് ശ്രമിച്ചു. 2016 നിയമത്തെ കോൺഗ്രസ് വോട്ട് എവിടെ പോയി? മറ്റൊരു മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവിനെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഡീലായിരുന്നു അത്. പക്ഷെ പിന്നീട് 2021 നിയമത്തെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് V ശിവൻകുട്ടി സഭയിലെത്തിയത്. എന്താണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ അവസ്ഥ? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്ര കണ്ടാണ് BJPയുടെ B ടീമായി മാറുന്നത്? ഡൽഹിയിൽ BJP പ്രതിപക്ഷത്തെ വേട്ടയാടിയപ്പോൾ കോൺഗ്രസ് എന്താണ് പറഞ്ഞത്? കെജ്രിവാളെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് പടക്കം പൊട്ടിച്ചു. ഡൽഹിയിൽ AIPക്കെതിരെയാണ് കോൺഗ്രസ് മത്സരിച്ചത്. ഇത് BJPക്ക് ജയിക്കാൻ വഴിയൊരുക്കി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിച്ചു. ഫലത്തിൽ കോൺഗ്രസ് BJPയുടെ B ടീമായി. ഇത് നാം കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസമായ തിങ്കളാഴ്ച വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്ന ഉറപ്പ് ലംഘിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർച്ച് 15 ശേഷമുള്ള അപേക്ഷകൾ പരിഗണിക്കില്ലെന്ന് വ്യക്തമാക്കി ഞായറാഴ്ച കമ്മീഷൻ വാർത്താക്കുറിപ്പിറക്കി. മാർച്ച് 23 വരെ അപേക്ഷിക്കാമെന്ന അറിയിപ്പ് പ്രകാരം അവസാനഘട്ടം അപേക്ഷ നൽകിയ ലക്ഷക്കണക്കിന് പേർക്ക് വോട്ട് ചെയ്യാനാകില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് ഇവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുക. അപേക്ഷ പരിഗണിക്കില്ലെന്ന് 18 തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ രഹസ്യ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന വിവരം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരുന്നു. SIRന്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്നും 24 ലക്ഷം പേരെയാണ് പുറത്താക്കിയത്. ആനുപാതികമായ രീതിയിൽ പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തിയില്ല. 16 ലക്ഷം പേരെ മാത്രമാണ് പുതുതായി ചേർത്തത്. അന്തിമ സപ്ലിമെന്ററി പട്ടിക മാർച്ച് 24 പ്രസിദ്ധീകരിക്കാനിരിക്കെയാണ് പുതിയ അപേക്ഷകൾ പരിഗണിക്കാത്തത്. പ്രവാസികൾക്കായുള്ള ഫോറം 6A, താമസ സ്ഥലം മാറ്റുന്നതിനുള്ള ഫോം 8 എന്നിവ സമർപ്പിച്ചവരെയെല്ലാം കമ്മീഷന്റെ നിലപാട് പ്രതികൂലമായി ബാധിക്കും. നാമനിർദ്ദേശക പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 26-നാണ്. കണ്ണൂർ ജില്ലയിൽ ആകെ 117 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചു. ചൊവ്വാഴ്ചയാണ്
സൂക്ഷ്മ പരിശോധന. കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളായി ആകെ 117 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചൊവ്വാഴ്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ വരണാധികാരികൾ നടത്തും. മാർച്ച് 26 വ്യാഴാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതോടെ സ്ഥാനാർത്ഥികളുടെ പൂർണ്ണമായ ചിത്രം തെളിയും. പയ്യന്നൂർ 7, കല്യാശ്ശേരി 9, തളിപ്പറമ്പ് 15, ഇരിക്കൂർ 7, അഴീക്കോട് 11, കണ്ണൂർ 11, ധർമ്മടം 9, തലശ്ശേരി 11, കൂത്തുറവ് 14, മട്ടന്നൂർ 9, പേരാവൂർ 14 എന്നിങ്ങനെയാണ് പത്രിക നൽകിയ സ്ഥാനാർത്ഥികളുടെ എണ്ണം. കണ്ണൂർ നിയമസഭ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി. മോഹൻ തിങ്കളാഴ്ച വരണാധികാരി ഡെപ്യൂട്ടി കളക്ടർ സി. ബിജു മുമ്പാകെ പത്രിക സമർപ്പിച്ചു. പയ്യന്നൂർ മണ്ഡലം UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ താലൂക്ക് ഓഫീസിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ജി. സുരേഷ് ബാബുവിനും, അഴീക്കോട് മണ്ഡലം UDF സ്ഥാനാർത്ഥി അബ്ദുൽ കരീം ചേരയിൽ ഡെപ്യൂട്ടി കളക്ടർ LA അനീഷിനും, തളിപ്പറമ്പ് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ, തളിപ്പറമ്പ് തഹസിൽദാർ K. സന്തോഷിനും പത്രിക സമർപ്പിച്ചു. കല്യാശ്ശേരി മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജീവൻ കപ്പച്ചേരി വരണാധികാരി K. ബിന്ദു മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥി O. നിതീഷ് തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹിക്കും. ധർമ്മടം മണ്ഡലം NDA സ്ഥാനാർത്ഥി K. രഞ്ജിത്ത് തലശ്ശേരി രജിസ്ട്രാർ ഓഫീസ് ജില്ലാ രജിസ്ട്രാർ സച്ചിൻ കൃഷ്ണനും, പയ്യന്നൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി MP ഗംഗാധരൻ പയ്യന്നൂർ താലൂക്ക് ഓഫീസിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ജി. സുരേഷ് ബാബുവിനും പത്രിക സമർപ്പിച്ചു. അഴീക്കോട് മണ്ഡലം NDA സ്ഥാനാർത്ഥി KK വിനോദ് കുമാർ, കല്യാശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥി AV സനിൽ എന്നിവരും വരണാധികാരിക്ക് പത്രിക നൽകി. തളിപ്പറമ്പ് മണ്ഡലം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ആനപ്പള്ളി ഗോപാലൻ തളിപ്പറമ്പ് തഹസിൽദാർ K. സന്തോഷ് മുമ്പാകെ പത്രിക നൽകി. കല്യാശ്ശേരി മണ്ഡലം SDPI സ്ഥാനാർത്ഥി KK അബ്ദുൽ ജബ്ബാർ പത്രിക സമർപ്പിച്ചു. ഗതാഗത നിയന്ത്രണം. കണ്ണൂർ മട്ടന്നൂർ റോഡ് പ്രവൃത്തി നടക്കുന്നതിനാൽ മേലച്ചുവ മുതൽ ചാലോട് വരെ മാർച്ച് 24 മുതൽ ഏപ്രിൽ 2 വരെ രാത്രിയും പകലും ഗതാഗതം ഭാഗികമായി നിരോധിക്കുമെന്ന് കണ്ണൂർ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.